മിക്കപ്പോഴും ഞാൻ സലൂണിലിരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, രാജി ഞാൻ ഒരുപാട് നല്ല നല്ല ഷാംപൂസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും എൻ്റെ ഹെയറിൻ്റെ ഡ്രൈനെസ് മാറുന്നില്ല. അപ്പം ഞാൻ അവരുടെ റൊട്ടീനൊക്കെ ചോദിച്ചു വരുമ്പോഴാണ് ആ വലിയൊരു സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഈ പറയുന്നവരൊക്കെ ഷാമ്പു മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ, കണ്ടീഷണർ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഇതെന്താ കണ്ടീഷണർ യൂസ് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ അത് ഹെയറിൻ്റെ വെയ് ഡൗൺ ആകും, ഹെയർ ഫോൾ ഉണ്ടാകും, ഒരുപാട് റീസൺസ് ഉണ്ട് അവരുടെ കയ്യിൽ. എവിടുന്നൊക്കെയോ കേൾക്കുകയും ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ടായിരിക്കണം ഇങ്ങനെ ഒരു മിത്ത് ക്രിയേറ്റ് ആയിരിക്കുന്നത് കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത്. ഷാംപൂവിനും കണ്ടീഷണറിനും രണ്ടിനും ഡിഫറെൻറ്റ് ജോബാണുള്ളത്. ഷാംപൂ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്കാൾപ്പിനെ ക്ലീൻ ചെയ്യുക. നമ്മുടെ സ്കാൾപ്പിൽ എപ്പോഴും ഡേർട്ട്, ഡസ്റ്റ്, ഓയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാംപൂ ഡിസൈഡ് ചെയ്തത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫോർ ക്ലീനിങ് പർപ്പസ്. ഷാംപൂ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ക്യൂട്ടിക്കിൾ സ്ലൈറ്റ്ലി ഒന്ന് റേസ്ഡ് ആവാറുണ്ട് ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ ഷാംപൂ വാഷ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഹെയറിലൊരു ഡ്രൈനെസ്സും ഒരു റഫ്നെസ് ഒക്കെ ഉണ്ടാവും. അത് ഈ ക്യൂട്ടിക്കിൾ സ്ലൈറ്റ്ലി റേസ്ഡ് ആവുന്നത് കൊണ്ടാണ്. സോ കണ്ടീഷണർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ റേസ് ആയ ക്യൂട്ടിക്കിൾസിനെ ഒന്ന് സോഫ്റ്റ് ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഹെയർ നല്ല സോഫ്റ്റ് ആകാനും സിൽക്കി ആവാനും ഈസിലി മാനേജബിൾ ആകും. നമുക്ക് ടാങ്കിൾ ഇഷ്യൂസ് ഉള്ളവരൊക്കെ സ്ഥിരമായി കണ്ടീഷണർ എപ്പോൾ ഷാംപൂ വാഷ് ചെയ്തതിലും നിങ്ങൾ സ്ഥിരമായി യൂസ് ചെയ്ത് നോക്കുള്ളൂ, ആ ടാങ്കിൾ ആകുന്ന അവസ്ഥ കുറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. അത് മാത്രമല്ല, നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യാതിരുന്നാൽ ഹെയർ ഈസിലി ബ്രേക്ക് ആവാൻ തുടങ്ങും. ബിക്കോസ് റഫ്നെസ് നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അപ്പം ഹെയർ ഈസിലി ബ്രേക്ക് ആകാൻ തുടങ്ങും, നമുക്ക് മാനേജബിൾ ആയിരിക്കില്ല, കാണുമ്പോൾ തന്നെ ഒരു റഫ് റിസി അപ്പിയറൻസ് ആയിരിക്കും. ഇനി നിങ്ങളുടെ സ്കാൾപ്പ് ഓയിലി ആണെങ്കിൽ കൂടി കണ്ടീഷണർ യൂസ് ചെയ്യണം, അത് മസ്റ്റാണ്. സ്കാൾപ്പിലുള്ള ഓയിലിനെ നല്ലവണ്ണം റിമൂവ് ചെയ്യാനാണ് നമ്മൾ ഷാംപൂ വാഷ് ചെയ്യുന്നത്. അപ്പം അതിനുശേഷം നമുക്ക് എന്തായാലും കമ്പൾസറി വീണ്ടും കണ്ടീഷണർ യൂസ് ചെയ്തേ പറ്റുള്ളൂ. കണ്ടീഷണർ ഡിപ്പെൻഡ്സ് യുവർ ഹെയർ വേണം ചൂസ് ചെയ്യാൻ. ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. തിൻ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വോളിയം ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ലിവിൻ കണ്ടീഷണറുകൾ അവൈലബിൾ ആണ്, അത് മേടിച്ച് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഹെയറിൻ്റെ വെയ് ഡൗൺ ആകുമെന്ന് പേടിച്ചിട്ടാണ് നിങ്ങൾ കണ്ടീഷണർ യൂസ് ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ. അതേപോലെ പർട്ടിക്കുലർ ഓരോ ഹെയറിനും ഓരോ ടൈപ്പ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ സ്റ്റൈലിസ്റ്റുമായിട്ട് കൺസൾട്ടേഷൻ എടുത്തിട്ട് വേണം നിങ്ങളുടെ ഹെയറിൽ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് കണ്ടീഷണർ മേടിച്ച് സ്കാൾപ്പിലൊന്നും അപ്ലൈ ചെയ്തേക്കരുത്. കണ്ടീഷണർ നമ്മൾ ഹെയറിൻ്റെ എൻഡിൽ മാത്രമേ ഇടാവുള്ളൂ, നോട്ട് ദിസ് എൻഡ്. നമ്മുടെ ഒരു മിഡ് ടു എൻഡ് ഏരിയയിലോ അല്ലെങ്കിൽ സ്കാൾപ്പിൽ ടച്ച് ആവാതെ വേണം കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ. അപ്ലൈ ചെയ്ത് ഒരു 3 to 5 മിനിറ്റ് ഒക്കെ കീപ്പ് ചെയ്യുക. വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റെഗുലർ സിറം യൂസ് ചെയ്യുക. അപ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്യാത്ത നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ.